മണ്ണാർക്കാട് നഗരസഭയിൽ ഇത്തവണ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടന്നതായി ജനകീയ മതേതര മുന്നണി CPIM പാർട്ടി ജില്ലാ നേതൃത്വവും മണ്ണാർക്കാട്ടെ ഒരു പ്രമുഖനും ചേർന്ന് ഇതു സംബന്ധിച്ച് ഡീൽ നടത്തിയതായും നേതാക്കൾ ആരോപിച്ചു. 5 വാർഡുകളിൽ BJPയെ ജയിപ്പിക്കാമെന്നും മറ്റ് 25 വാർഡുകളിൽ BJPയുടെ വോട്ട് LDFന് നൽകാമെന്നും ധാരണയാക്കിയതായും നേതാക്കൾ ആരോപിച്ചു. ചില വാർഡുകളിൽ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി വർഗീയതക്കെതിരെ വളരെ വ്യക്തമായി പറയുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ RSSുമായിട്ടും BJPയുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും ഒരു കൂട്ടും പിടിക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വന്നു പറഞ്ഞു പോയ ഒരു സ്ഥലമാണ് മണ്ണാർക്കാട്. അത്തരത്തിലൊക്കെ പറയുമ്പോഴും എന്നാൽ ഇവരുമായി കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങളെ ചില വാർഡുകളിൽ തങ്ങളെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഡീല് ഇന്ന് മണ്ണാർക്കാട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിൽ BJPയുമായി ഡീല് നടത്തിയത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും മണ്ണാർക്കാട്ടെ ഒരു പ്രമാണിയും കൂടിയിട്ടാണ് ഡീല് നടത്തിയിട്ടുള്ളത്. അത് 5 വാർഡുകളിൽ BJPയെ ജയിപ്പിക്കാമെന്നും ബാക്കി 25 വാർഡുകളിൽ പിന്നെ BJP LDFന് വോട്ട് ചെയ്യാമെന്നുള്ള ഒരു ധാരണ കച്ചവടമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ചില ചിത്രങ്ങളൊക്കെ ചില വാർഡുകളിൽ കാണാൻ കഴിയും. ചില വാർഡുകളിൽ BJPയുടെ സ്ഥാനാർത്ഥി പോസ്റ്റ് ഒട്ടിച്ച് പോയി എന്നല്ലാതെ ഒരു വീട് പോലും കയറിയിട്ടില്ല. അവിടെയെല്ലാം പണമൊഴുക്കുന്നു. അതെല്ലാം എവിടുന്നാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതിപ്പോൾ ആളെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളതൊക്കെ.